കുഞ്ഞിച്ചോ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ നോക്കാൻ പോകുന്നത് ബോറുട്ടോ 2 ബ്ലൂ വോർട്ടെക്സിന്റെ ചാപ്റ്റർ 9 ആണ്. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഇതിനു മുമ്പിട്ട് എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടെന്ന് എന്തായാലും ഉറപ്പുവരുത്തണം. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. അതേപോലെ തന്നെ ടോക്കിയോ റേഞ്ചേഴ്സിന്റെ സീസൺ 4 തൊട്ടുള്ള മാംഗ എക്സ്പ്ലനേഷൻ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്തായാലും ചെക്കൗട്ട് ചെയ്തേക്ക്. വളരെ നൈസ് ആയിട്ടാണ് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. എന്തായാലും ഇനി ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമ്മുടെ ജൂറ വളരെയധികം കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുവാണ്. കാര്യം നാറുട്ടോ ഉസുമാക്കിനെ തിരക്കി വന്ന പുള്ളിക്കാരന്റെ ഫ്രണ്ടിൽ ഒരു കൊച്ചു പെങ്കൊച്ചാണ് നിൽക്കുന്നത്. ഓൺ ദ സ്പോട്ടിൽ ഷീക്കടെ നമ്മുടെ സെൻസർ യൂണിറ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അവർ രണ്ടുപേരും ഞങ്ങളുടെ മുമ്പിലുണ്ട്, പക്ഷേ മാസ്റ്റർ സാസ്കെ ഞങ്ങളുടെ മുമ്പിലില്ല. എനിക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ ബാക്കപ്പ് ആവശ്യമുണ്ട്. ഷീക്കടെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇവിടേക്ക് വന്നത്? പെട്ടെന്ന് തന്നെ ജൂറ ഒരു പുസ്തകം എടുത്ത് മറിച്ച് നോക്കിയിട്ട് പറയുന്നുണ്ട്, നീ ഷിക്കഡ ഇല്ലേ, ഇപ്പോഴത്തെ കറണ്ട് ഹൊക്കാഗയുടെ മകൻ. നീ ടീം 10 ഉണ്ടായിരുന്നല്ലോ. പക്ഷേ ഞങ്ങൾക്ക് നിന്നെയൊന്നും അല്ല വേണ്ടത്. ഞങ്ങൾ വന്നത് നാറുട്ടോനെ അന്വേഷിച്ചാണ്. ലോർഡ് സെവന്തോ 3 വർഷത്തിന് മുമ്പ് പെട്ടെന്ന് തന്നെ ഷിക്കടെ അത് തടയുന്നുണ്ട്. അപ്പ ജൂറ പറയുകയും ചെയ്യും, എന്തായാലും ഞാൻ ഒരു കാര്യം ഉറപ്പാണ്, അവൻ ഈ വില്ലേജിന്റെ അടുത്തൊന്നുമില്ല. പക്ഷേ 9 ടേൽസിന്റെ സിഗ്നേച്ചർ അത് ആ പെണ്ണിന്റെ ശരീരത്തിൽ നിന്ന് വരുന്നുണ്ട്. എന്ത് 9 ടേൽസ്? അതിനെപ്പറ്റി എനിക്കും അറിയാമല്ല. ഈ ലോകം ഓരോ നിമിഷം കൂടാൻ നേരത്ത് ഞങ്ങളോട് ഇതേപോലെ തന്നെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് പുള്ളിക്കാരൻ നമ്മുടെ ഹിമവാരിനെ ഒന്ന് ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആ ട്രീ കൊണ്ടുള്ള ജൂട്സു നമ്മുടെ ഹിമവാരിനെ പൂർണ്ണമായിട്ടും പൊതിയുന്നതിന് മുമ്പ് ഷിക്കഡായി പുള്ളിക്കാരന്റെ ഷാഡോ പാരാലിസിസ് ജൂട്സു യൂസ് ചെയ്ത് അത് സ്റ്റോപ്പ് ചെയ്യും. ഇനോജിൻ അപ്പ തന്നെ തന്റെ കാർട്ടൂൺ ബീസ് യൂസ് ചെയ്ത് അവളെ വലിച്ച് പുറത്തിറക്കി ചോച്ച വന്ന് അവളെ പിടിക്കുന്നുണ്ട്. ഒരു സിഗ്നൽ പോലും കൊടുക്കാതെ ഇവരുടെ ഈ കോർഡിനേഷൻ കണ്ടപ്പോൾ നമ്മുടെ ജൂറയ്ക്ക് വളരെയധികം അത്ഭുതം തോന്നി. പുള്ളിക്കാരൻ വീണ്ടും പറയുകയും ചെയ്യും, നിങ്ങളുടെ ടീം വർക്ക് എനിക്ക് വളരെ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുവാണ്. ഞങ്ങൾക്ക് ഇവിടെ ആവശ്യം ഹിമവാരി ഉസുമാക്കിനെ മാത്രമാണ്. ടീം 10 ഞങ്ങൾക്ക് ഒരു വിരോധവും ഇല്ല. പക്ഷെ ഒരു കാര്യം പറയുവാണ്, നിങ്ങളെ എതിർക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങളെ അറ്റാക്ക് ചെയ്യാതെ മറ്റു മാർഗമില്ല. പെട്ടെന്ന് ഷീക്കടെ നമ്മുടെ ഷീക്കമാരോട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ അവരുടെ ടാർജറ്റ് ആരെന്ന് മനസ്സിലായി, അത് ഹിമവാരിയാണ്. റീസൺ എന്താണെന്ന് കറക്റ്റായിട്ട് അറിഞ്ഞുണ്ടോ? പക്ഷേ 9 ടേൽസിന് ഇവിടെ എന്തോ ഒക്കെ ബന്ധമുണ്ട്. ഹിമവാരിയും വളരെയധികം സർപ്രൈസ് ആണ്. എന്തുകൊണ്ടാണ് അവളെ ടാർജറ്റ് ചെയ്യുന്നതെന്നാണ് അവൾ വീണ്ടും ആലോചിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇതേ സമയം നമ്മുടെ കവാക്കിക്ക് ബോധവും വന്നിട്ടില്ല. അതേസമയം ബോറുട്ടോ ആയിട്ട് പുള്ളിന്റെ ഹൈഡ് ഔട്ടിലേക്കാണ്. അപ്പൊ നമ്മുടെ കാഷിൻകോജി പറയുന്നുണ്ട്, ബോറുട്ടോ അവരവരുടെ മൂവ് ചെയ്ത് തുടങ്ങി. കാഷിൻകോജിയുടെ കുറച്ചധികം ടോട്ട്സ് നമ്മുടെ കൊണോഹിലുണ്ട്. പുള്ളിക്കാരനാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ബോറുട്ടോ നീ എത്ര പെട്ടെന്ന് ട്രയാങ്കിളിലേക്ക് ചെല്ലാൻ നോക്ക്. ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഈ ഓരോരോ ടോട്ട്സ് ഇല്ലേ, അവർ പിടിച്ചിട്ടിരിക്കുന്ന ഓരോരോ സിമ്പിൾസ് ആണ് കേട്ടോ. അല്ല, ഞാൻ നിന്നോട് ചോദ്യം ചോദിക്കട്ടെ, നീ നാറുട്ടോയുടെ പുറകെ പോകണമെന്നല്ലായിരുന്നാ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പൊ എന്തിനാണ് പെട്ടെന്ന് നീ ഹിമവാരിലേക്ക് ചേഞ്ച് ചെയ്തത്? ഞാൻ നിന്നോട് സത്യം പറയാം, ഞാൻ പോയത് നാറുട്ടോയുടെ പുറകെയല്ല, പകരം അവന്റെ ഉള്ളിൽ കിടക്കുന്ന 9 ടേൽസിന്റെ പുറകെയാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ആ ചാക്ര ഹിമവാരിയുടെ ശരീരത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. 9 ടേൽസിന്റെ ചാക്രയോ? അതും എന്റെ ശരീരത്തിൽ നിന്നോ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അതെ, നിന്നെ പോലെ തന്നെ ഞങ്ങളും അത്ഭുതപ്പെട്ട് നിൽക്കുവാണ്. എന്താണ് കാര്യമെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു. അതിന് ഞങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടാൻ ഒരു മാർഗമുണ്ട്. അത് നിന്നെ കഴിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഈനോ ഷിക ചോ ഞങ്ങളുടെ മുന്നിൽ നിന്ന് മാറാൻ നോക്കും. ഷിക്കമാറിന്റെ അടുത്തേക്ക് പെട്ടെന്ന് ഒരു ടോഡ് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ബോറുട്ടോ കൊണോഹിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈനോയിട്ട് എങ്ങനെയെങ്കിലും പെട്ടെന്ന് ലിങ്ക് ചെയ്യാൻ നോക്കുക. കവാക്കി അപ്പോഴാണ് കണ്ണു തുറക്കുന്നത്. കാര്യം മറ്റൊന്നുമല്ല, പുള്ളിക്കാരന്റെ റീജനറേഷൻ എബിലിറ്റി ഫുൾ യൂസ് ചെയ്ത് പുള്ളിക്കാരെ ഹീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കവാക്കി എത്രയും പെട്ടെന്ന് നമുക്ക് സെക്ടർ ഡിയിലേക്ക് പോകണം. അവിടെയുള്ളവരെല്ലാവരും ആപത്തിലാണ്. പക്ഷെ അതിനു മുമ്പ് എനിക്കിവിടെ കുറച്ച് കാര്യങ്ങൾ തീർക്കാനുണ്ടെന്ന് കവാക്കി പറയുന്നുണ്ട്. അത് മറ്റാരെയും കുറിച്ചല്ലായിരുന്നു, നമ്മുടെ ബോറുട്ടോനെ കുറിച്ചായിരുന്നു. മൊക്കുഡൻ ജുട്സു അത് അവർ തന്നെയാണ് ബോറുട്ടോ, ഒരു സംശയവുമില്ല. ബോറുട്ടോ നിനക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? നേരത്തെ പോലെ തന്നെ ഈനുമായിട്ട് ലിങ്ക് ചെയ്തുള്ള പ്രൈവറ്റ് കോൺവെർസേഷൻ ആണ്. നിനക്കത് കേൾക്കാം. നീ പറഞ്ഞതുപോലെ 2 ഡിവൈൻ ട്രീസിന്റെ എനിമീസ് ഇവിടെ വന്നിട്ടുണ്ട്. അവർ തേടി വന്നത് നാറുട്ടോനാണെങ്കിലും അവരിപ്പോ ടാർഗറ്റ് ചെയ്യുന്നത് നിന്റെ അനിയത്തി ഹിമവാരിനെയാണ്. 9 ടേൽസിന്റെ ചാക്രയായിട്ട് എന്തൊക്കെ ബന്ധപ്പെട്ട് നിൽക്കണമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നീ എത്രയും പെട്ടെന്ന് അവിടേക്ക് പോകാൻ നോക്ക്. സെൻസറി യൂൺ നിങ്ങൾ കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ബോറുട്ടോ ഇവിടെ തന്നെയുണ്ട്. അവനവന്റെ ചാക്ര ഫുള്ളി ഇറേസ് ചെയ്തിരിക്കുവാണ്. അവനാവട്ടെ ആ ഗേറ്റിന്റെ ഫ്രണ്ടിൽ തന്നെയുണ്ട്. ജൂനിയൻസ് ഒക്കെ മരിച്ചില്ലേ, അവിടെ തന്നെ. എനിക്ക് കുറച്ചുകൂടെ സമയം വേണം. കവാക്കി എന്നെ കണ്ടുപിടിച്ചു. ഇതൊന്നും ഞാൻ തീർത്തിട്ട് നേരെ തന്നെ അങ്ങോട്ട് പോയാൽ. കവാക്കി എന്നെക്കാട്ടും ഡേഞ്ചറസ് ആയിട്ടുള്ള കുറെ അധികം ആൾക്കാർ ഇവിടെയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടേക്ക് പോകാൻ നോക്കും. അത് ഞാൻ നിന്നെ കളിയാക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ബോറുട്ടോനെ നമ്മുടെ കവാക്കി അറ്റാക്ക് ചെയ്യുന്നുണ്ട്. കവാക്കിയുടെ അറ്റാക്ക് ബോറുട്ടോ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഡോഡ്ജും ചെയ്യുന്നുണ്ട്. ഒന്നുകൂടെ അറ്റാക്ക് ചെയ്യും, ഒന്നുകൂടെ ബോറുട്ടോ ഡോഡ്ജ് ചെയ്യും. എന്നിട്ട് കവാക്കി നേരെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകാൻ നേരത്ത് ബോറുട്ടോ നൈസ് പുള്ളിക്കന്റെ വയറ്റത്ത് ഒരു ഇടി കൊടുക്കും. കവാക്കി പക്ഷെ താഴെ കിടന്ന് വേദന കൊണ്ട് കാറുവാണ്. ഇത് കാണാൻ നേരത്ത് ബോറുട്ടോ ചോദിക്കുന്നുണ്ട്, നീ എന്തുവാടാ ഇത്ര നാളായിട്ടൊന്നും ട്രെയിൻ പോലും ചെയ്തില്ല? എന്നാൽ അവിടെ ഡെൽറ്റ തിരിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അവൻ ട്രെയിൻ ചെയ്യാഞ്ഞിട്ടാണോ അതോ നീ ട്രെയിൻ ചെയ്തത് കൂടി പോയിട്ടാണോ ബോറുട്ടോ? പെട്ടെന്ന് കവാക്കി പുള്ളിക്കന്റെ കർമ്മ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ബോറുട്ടോയുടെ കർമ്മ അതിനോട് റെസനേറ്റ് ചെയ്യാൻ തുടങ്ങും. ബോറുട്ടോ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം. ഇങ്ങനെ പോക്കെങ്കിൽ നിനക്ക് അത് കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല. ബോറുട്ടോ ഇത് കേൾക്കാൻ നേരത്തെ തന്നെ അവിടുന്ന് പോകുന്നുണ്ട്. കവാക്കിക്ക് ഒരു കാര്യം മനസ്സിലായി, അതായത് ബോറുട്ടോയ്ക്ക് അവന്റെ കർമ്മ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. ഇതേ സമയത്ത് തന്നെ ഈനോജീനും അതേപോലെ ഹിമവാരിയും കൂടെ ഒരു പക്ഷിയുടെ മേൽ കയറി അവിടുന്ന് പറക്കാൻ പോകുക. അവരെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ജൂറ പോകാൻ നേരത്ത് നമ്മുടെ ഷിക്കഡായി പെട്ടെന്ന് തന്നെ അവനെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തുന്നുണ്ട്. അടുത്ത സെക്കൻഡ് നമ്മുടെ ഷിക്കഡായിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ജൂറ പുള്ളിക്കാരന്റെ കണ്ണിന്റെ ഫ്രണ്ടിൽ ചെറിയൊരു ടെയിൽ ബീസ്റ്റ് ബോംബ് പോലത്തെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്ത് ചോച്ചോട്ട് അവനൊന്ന് തട്ടി മാറ്റാൻ നിർത്തി ഈ ഒരു സാധനം ദിശ തിരിഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് പോകുകയും ചെയ്യും. അതൊട്ടും നിസാരമായ ഒരു അറ്റാക്ക് അല്ലായിരുന്നു. കാര്യം ഭയങ്കരധികം വലിയ ഹ്യൂജ് റേഞ്ചിലെ ഒരു അറ്റാക്ക് ആയിരുന്നു. ഷിക്കഡായിക്കും ചോച്ചോയ്ക്കും ഒന്ന് അനങ്ങാൻ പോലും പറ്റുന്നില്ല. അപ്പൊ തന്നെ ഈനോജിൻ അവിടെ വന്ന് അവരെ പൊക്കിക്കൊണ്ട് പറന്നു പോകുവാണ്. നമുക്ക് എത്ര
എത്രയും പെട്ടെന്ന് വില്ലേജിന്റെ പുറത്തേക്ക് പറക്കണം. അവരെന്തായാലും നമ്മുടെ പുറകെ വരുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് പുറത്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡാമേജ് നമുക്ക് കുറക്കാൻ സാധിക്കുമല്ലോ. ഇനോജിൻ, അത് വേണ്ട, എന്നെ എവിടെയെങ്കിലും ഒറ്റക്ക് ഇറക്കി വിട്. ഞാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒറ്റക്ക് രക്ഷപ്പെടാൻ സാധിക്കുമല്ലോ. നിങ്ങൾക്ക് അതിന്റെ പുറകെ വരേണ്ട കാര്യമില്ല. എന്തുവാണ് ഈ പറയുന്ന ഹിമവാരി? അവർ എന്തുമാത്രം സ്ട്രോങ് ആണെന്ന് നീ കണ്ടതല്ലേ? അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ സാധിക്കും? അതുകൊണ്ട് നിങ്ങൾ എന്റെ കൂടെ വരാത്തതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് പറയുന്നിടത്ത് പെട്ടെന്ന് ഹിമവാരിയുടെ ചുറ്റും ആരും തന്നെ ഇല്ല. അവളൊരു പ്ലെയിൻ സ്ഥലത്തേക്ക് മാറിപ്പോകും. ഹിമവാരിക്ക് എന്താണ് സംഭവിക്കണമെന്ന് ഒന്നും മനസ്സിലാകുന്നില്ല. പെട്ടെന്നായിരുന്നു ആ ഒരു ശബ്ദം അവൾ കേൾക്കുന്നത്. ആര് കണ്ട്? ആ നായ, ആ ഒരു 10 ടൈൽസ് എന്നെ മണത്ത് കണ്ടുപിടിക്കുമെന്ന്. ഹിമവാരി തിരിഞ്ഞു നോക്കാൻ നേരത്ത് കുറേയധികം വാലുകളും കാണാം. എന്നിട്ട് അത് പറയുന്നുണ്ട്, കൊച്ചുപെണ്ണെ, നിനക്ക് എന്നെ ആരാന്നറിയാവോ? നീ 9 ടൈൽസ് അല്ലേ? അങ്ങനെ നമ്മുടെ 9 ടൈൽസ്, അതായത് കുറമേനം കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.